മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. കാർഡ് യൂട്രസ് ലൈക്ക് നോക്കിയാൽ പേഷ്യന്റിന് ഒരു CS ഒരു സിസേറിയൻ സെക്ഷന്റെ ഒരു ഹിസ്റ്ററി ഉള്ളതാണ്. ബേസിക്കലി 2 ഫോംസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വരിക. PGF2 ആൽഫ. നോക്കിയേ, ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ്. എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നോർസെറ്റ് 10 എക്സാമിൻ്റെ ഒരു ക്വസ്റ്റിനെ കുറിച്ചാട്ടോ. അതായത് നമുക്കറിയാം നോർസെറ്റ് 9 എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു, അതിൻ്റെ ഓപ്ഷൻ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ. അതിൽ നമ്മുടെ കുറേ കുട്ടികൾക്കൊക്കെ അതിൻ്റെ സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. സോ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് പോകുന്നത് അപ്പോൾ നോർസെറ്റ് 10ലേക്കാണ്. സോ സാധാരണ നമ്മൾ പറയാറുണ്ട് നോർസെറ്റ് എക്സാം, അതായത് നമ്മുടെ എയിംസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്, നഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഈ നോർസെറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ. ഒരുപാട് നമ്മുടെ കുട്ടികളൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു 6 മാസമാണ് നോർസെറ്റ് 10 എക്സാമിന് വേണ്ടി വരിക, അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. സോ നമ്മുടെ ഒരു എജുസ് അക്കാഡമിയിൽ നോർസെറ്റ് 10ന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് അവൈലബിൾ ആണ്. അതിന് വളരെ ഇന്റൻസീവ് ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്. കുറേ എക്സാം സീരീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എക്സാമിന് ഇപ്പൊ നോർസെറ്റ് 9 എക്സാം ഇപ്പൊ കഴിഞ്ഞല്ലോ. സോ അതിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം അത് ഏത് രീതിയിലാണ് നമ്മുടെ എയിംസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏത് രീതിയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കിയാൽ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ OBയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. സാധാരണ നമുക്കറിയാം നോർസെറ്റ് പോലുള്ള എക്സാംസിന് OBയിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. സോ നോക്കാവേ നമുക്ക്. വുമൺ ഇൻ ലേബർ റൂം ഈസ് ഓഗ്മെന്റഡ് കേട്ടോ, ഈസ് ഓഗ്മെന്റഡ് വിത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആൻഡ് ഡെവലപ്സ് യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ കേട്ടോ. യൂട്രസിന്റെ എന്താ ഹൈപ്പർ സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റിഡോട്ട് അല്ലെ, ആസ് ആൻ ആന്റിഡോട്ട് ഫോർ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ സ്റ്റിമുലേഷൻ കേട്ടോ. അതായത് നമ്മൾ സാധാരണ എന്താ ഒരു ഡ്രഗ് തന്നിട്ട് അതിന്റെ ആന്റിഡോട്ട് എന്താണെന്ന് ചോദിക്കുമല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പേഷ്യന്റിന് പ്രോസ്റ്റാഗ്ലാൻഡിൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം ഈ യൂട്രസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ് ചെയ്യാറുണ്ടല്ലേ. സോ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഈ ഒരു പേഷ്യന്റിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും, യൂട്രൈൻ ടക്കിസിസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ട് എങ്കിൽ പേഷ്യന്റ് എന്ത് ആന്റിഡോട്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. നമുക്ക് നോക്കാവേ. ഓപ്ഷൻ എ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്, ഓപ്ഷൻ ബി ഈസ് മെഗ്നീഷ്യം സൾഫേറ്റ്, ഓപ്ഷൻ ഡി ഈസ് ടെർബ്യൂറ്റാലിൻ, ഓപ്ഷൻ ഡി ഈസ് ഹൈഡ്രലസിൻ കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാവേ. ആദ്യം നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് യൂട്രൈൻ ടക്കിസിസ്റ്റോൾ. എന്താണ് യൂട്രൈൻ ടക്കിസിസ്റ്റോൾ എന്നുള്ളതാണ് നോക്കുക. സോ എക്സസീവ് യൂട്രൈൻ കൺട്രാക്ഷൻസ് കേട്ടോ. എന്താണ് എക്സസീവ് ആയിട്ടുള്ള യൂട്രൈൻ കൺട്രാക്ഷൻസ് ആണ് ദാറ്റ് ഒക്കർ ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. നമ്മളിപ്പോൾ ലൈക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലുള്ള ഡ്രഗ്സ് നമുക്കറിയാം യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ലേബർ സ്റ്റാർട്ട് ചെയ്തതിനെ ഓഗ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടാനായിട്ട്, സ്പീഡപ്പ് ചെയ്യാനായിട്ട്, യൂട്രൈൻ കൺട്രാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സപ്പോസ് ഇത് കൊടുക്കുമ്പോൾ പേഷ്യന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള യൂട്രൈൻ ടക്കിസിസ്റ്റോൾ അല്ലെങ്കിൽ യൂട്രൈൻ കൺട്രാക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് എന്താ പറയുക, അതിനാണ് യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ കേട്ടോ. യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ യൂട്രൈൻ ടക്കിസിസ്റ്റോൾ എന്ന് പറയുക. സോ ദാറ്റ് വിൽ ലീഡ് ടു പേഷ്യന് യൂട്രൈൻ ടക്കിസിസ്റ്റോൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു എന്തൊക്കെ ഉണ്ടാക്കാം പേഷ്യന്, ഡിക്രീസ് യൂട്രോപ്ലാസെന്റൽ ബ്ലഡ് ഫ്ലോ. അതായത് യൂട്രസിന്റെ കൺട്രാക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൂടുതലായിട്ട്. അപ്പോൾ ഈ പ്ലാസന്റയിലേക്ക് അല്ലെങ്കിൽ യൂട്രസിൽ നിന്ന് യൂട്രോപ്ലാസെന്റൽ ബ്ലഡ് ഫ്ലോ അവിടെ കുറയുന്നു, പ്ലാസെന്റൽ സർക്കുലേഷൻ കുറയുന്നു, പ്ലാസന്റയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുന്നു. പ്ലാസന്റയ്ക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഫീറ്റൽ ഡിസ്ട്രസ് അല്ലേ, കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടില്ല. അപ്പോൾ ഒന്ന് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും. അത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും, ദാറ്റ് ക്യാൻ ബി ലൈക്ക് ദാറ്റ് വിൽ ബി മാനിഫെസ്റ്റഡ് ആസ് എന്താ ബ്രാഡികാർഡിയ, ഫീറ്റൽ ബ്രാഡികാർഡിയ ഉണ്ടാകും കേട്ടോ. അതുകൂടാതെ ചില കേസിലൊക്കെ നോക്കിയാൽ യൂട്രൈൻ റപ്ചർ ഉണ്ടാകും. എന്താണ് എസ്പെഷ്യലി വിത്ത് ഇൻ കേസ് ഓഫ് സ്കാർഡ് യൂട്രസ് ലൈക്ക് നോക്കിയാൽ പേഷ്യന്റിന് ഒരു CS ഒരു സിസേറിയൻ സെക്ഷന്റെ ഒരു ഹിസ്റ്ററി ഉള്ളതാണ്. സോ അങ്ങനെ
അങ്ങനെയുള്ള പേഷ്യന് ഈ ഒരു ടെക്കി സിസ്റ്റോൾ വന്നു കഴിഞ്ഞാൽ അവിടെ യൂട്രസിന്റെ റപ്ചർ ഉണ്ടാക്കാനുള്ള കാരണം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാസന്റൽ അബ്രപ്ഷ്യോ അല്ലെങ്കിൽ എന്താണ് അബ്രപ്ഷ്യോ പ്ലാസന്റ കേട്ടോ. എന്താണ് അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയുക? പ്രിമച്ചർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ അല്ലെ, അതിനാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയുക. അതുകൂടാതെ മെറ്റേണൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. മെറ്റേണൽ ഹൈപ്പോടെൻഷനും അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള പെയിനും ഒക്കെ നമ്മുടെ പേഷ്യന്റിന് ഉണ്ടാകും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ പേഷ്യന്റിന് യൂട്രൈൻ ടക്കി സിസ്റ്റോൾ ഉണ്ട് അല്ലെങ്കിൽ യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നോക്കിയേ, അവിടെ നമ്മൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് നമ്മൾ പേഷ്യന്റ് മോണിറ്റർ ചെയ്യല്ലേ. അപ്പോൾ ഈ ഒരു നോർമൽ കേസ് ആണ്, പേഷ്യന്റ് നോർമൽ കേസ് ആണ് എങ്കിൽ ഒരു 10 മിനിറ്റ്സിൽ ലെസ് ദാൻ 5 കൺട്രാക്ഷൻസ് ആയിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക. ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണെങ്കിൽ 5 കൺട്രാക്ഷൻസിന് മേലെ ഉണ്ടാകും ഇൻ 10 മിനിറ്റ്സ്. രണ്ടാമത്തേത് ഡ്യൂറേഷൻ ഓഫ് കൺട്രാക്ഷൻ ആണ്. നോക്കിയാൽ ലെസ് ദാൻ 90 സെക്കൻഡ്സ് ആയിരിക്കും നോർമൽ. ഇവിടെയാണെങ്കിലോ ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണ് എങ്കിൽ മോർ ദാൻ 120 സെക്കൻഡ്സ് ആയിരിക്കും. റിലാക്സേഷൻ, അതായത് യൂട്രസ് എപ്പോഴാണ് റിലാക്സ് ചെയ്യുക, അതായത് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മേ ബി ഒരു 60 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നോർമൽ ലേബറിൽ റിലാക്സേഷൻ ഉണ്ടാകുക. ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണെങ്കിൽ ഒരു 60 സെക്കൻഡ്സിലൊക്കെ ലെസ് ആയിരിക്കും ഉണ്ടാകുക. അതുകൂടാതെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോർമൽ ആയിരിക്കും കേട്ടോ. യൂഷ്വലി നോർമൽ ലേബറിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നമുക്കറിയാം ഒരു 120 to 170 ഒക്കെ ആയിരിക്കും വരിക അല്ലെ, അത് അല്ലെങ്കിൽ 120 to 160 ഒക്കെ ആയിരിക്കും വരിക. അതങ്ങനെ തന്നെ റിട്ടൈൻ ആകും. അതേസമയം ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ട് എങ്കിൽ ഫീറ്റൽ കോംപ്രമൈസ് ഉണ്ടാകും. അതുകൂടെ തന്നെ ഫീറ്റൽ ഡീസലറേഷൻസും പിന്നെ ബ്രാഡി കാർഡിയോ ഒക്കെ നമ്മുടെ ഫീറ്റസിന് ഉണ്ടാകും. ഈ രീതിയിലാണ് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അതായത് നോക്കിയാൽ ടക്കി സിസ്റ്റോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? വി ഹാവ് ടു ഗോ ഫോർ ഡ്രഗ്സ് ലൈക്ക് β2 അഡ്രിനർജിക് അഗോണിസ്റ്റ്. കേട്ടിട്ടുണ്ടാവില്ലേ β2 അഡ്രിനർജിക് അഗോണിസ്റ്റ്? എന്താണ് നമ്മൾ സാധാരണ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെ, ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളതാണ്. സോ ഇവിടെയും ടക്കി സിസ്റ്റോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നോക്കിയേ ടെർബ്യൂട്ടാലിനാണ് കേട്ടോ. ടെർബ്യൂട്ടാലിനാണ്. നോക്കിയേ, ആക്ഷൻ എന്താ ചെയ്യുക? റിലാക്സസ് യൂട്രൈൻ മസിൽ, യൂട്രൈൻ സ്മൂത്ത് മസിൽ ആൻഡ് ഡിക്രീസ് ഓഫ് കൺട്രാക്ഷൻസ് കേട്ടോ. കൺട്രാക്ഷൻസിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ യൂട്രൈൻ സ്മൂത്ത് മസിൽസിന് അത് റിലാക്സ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മൾ ടെർബ്യൂട്ടാലിന് എങ്ങനെ കൊടുക്കുക? 0.25 mg സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുക. അതുകൂടാതെ നമ്മൾ ഈ ഡെലിവറി ഒക്കെ ഡിലേ ചെയ്യാൻ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ലൈക്ക് പ്രീ ടേം ലേബർ കേട്ടോ. പ്രീ ടേം ലേബറിലൊക്കെ ഡെലിവറി ഡിലേ ചെയ്യാനായിട്ട് നമ്മൾ ടോക്കോ ലൈറ്റിക് ഏജന്റ് ആയിട്ട് നമ്മൾ ടെർബ്യൂട്ടാലിൻ കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ആസ്മ അല്ലെ, ബ്രോങ്കോ ഡൈലേറ്റർ ആയിട്ട് നമ്മൾ ഈ ബ്രോങ്കിയൽ ആസ്മയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ പ്രസന്റ് ഡേയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിലും ചില കേസിലൊക്കെ നമ്മൾ ടെർബ്യൂട്ടാലിൻ ഒരു ആസ്മ പേഷ്യൻസ് നമ്മൾ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണ് പേഷ്യന്റ് ഉണ്ടായതല്ലേ. അപ്പൊ എന്താണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുക? ഇറ്റ്സ് ഹോർമോൺ ലൈക്ക് ലിപ്പിഡ് കോമ്പൗണ്ട് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം അരക്കിഡോണിക് ആസിഡ് കേട്ടോ. അരക്കിഡോണിക് ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഹോർമോൺ പോലെയുള്ള ഒരു ലിക്വിഡ് കോമ്പൗണ്ടിനാണ് നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുക. ബേസിക്കലി 2 ഫോംസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വരിക. PGF2 ആൽഫ, PGE2 കേട്ടോ. അതിൽ PGF2 ആൽഫ എന്താ ചെയ്യുക? മയോമെട്രിയൽ കോൺട്രാക്ടിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യാണ് PGF2 ആൽഫ. PGE2 ആണെങ്കിലോ അത് സെർവൈക്കൽ മെച്ചുറേഷൻ കേട്ടോ, നമ്മുടെ സെർവിക്സിനെയൊക്കെ മെച്ചുറേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് PGE2 എന്ന് പറയുക. സോ ഇറ്റ് ബേസിക്കലി ഈസ് യൂസ് ടു സെർവൈക്കൽ റൈപ്പനിങ് പ്രയോർ ടു ദ ഇൻഡക്ഷൻ ഓഫ് അബോർഷൻ ഓഫ് ലേബർ. അതായത് ലേബറിന് മുന്നെയോ അല്ലെങ്കിൽ ലൈക്ക് ഇൻ കേസ് ഓഫ് അബോർഷന് മുന്നേ ഒക്കെ സെർവൈക്കൽ റൈപ്പനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ് ചെയ്യുക. അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ടക്കി സിസ്റ്റോൾ അല്ലെങ്കിൽ യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ നോക്കിയാലോ അല്ലെ. നോക്കിയേ, ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമ്മൾ പറഞ്ഞു പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ സ്റ്റിമുലേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവിടെ ആന്റിഡോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെർബ്യൂട്ടാലിനാണ് കേട്ടോ. അതപ്പോ ക്ലിയർ ആയല്ലോ. അപ്പൊ ബാക്കി ഓപ്ഷൻസ് നോക്കിയേ, ഈ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഉണ്ട്, പിന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്. യൂഷ്വലി മെഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റിക്ക് നമ്മൾ എന്താണ് ആന്റിഡോട്ടായിട്ട് കൊടുക്കുക? വിൽ ബി ഗിവിംഗ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് അല്ലെ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആന്റിഡോട്ടായിട്ട് വരുന്ന സംഗതികളാണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും. അപ്പൊ ഹൈഡ്രാലസിൻ എന്താണ്? ഹൈഡ്രാലസിൻ ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ആർട്ടീരിയോളാർ വാസോ ഡൈലേഷൻ ഉണ്ടാക്കുക ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഹൈപ്പർടെൻസീവ് എമർജൻസി അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ഏർജൻസിയിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഹൈഡ്രാലസിൻ എന്ന്, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതാണ് ഹൈഡ്രാലസിൻ എന്ന് പറയുന്ന ഡ്രഗ്. അപ്പം ഇത്രയും ഏകദേശം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ക്ലിയർ അല്ലേ? നോക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം കേട്ടോ. ഇനി നോക്കിയാൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാമേ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പേഷ്യന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റിസ് ഇൻസിപിറ്റസ്
is treated on vasopressin analog, കേട്ടോ vasopressin analog, what effect will the nurse likely to see? നോക്കിയേ, നമ്മുടെ എൻഡോക്രൈനോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പേഷ്യന്റ് എന്താണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ട്, ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ വാസോപ്രസിൻ അനലോഗ് വെച്ചിട്ടാണ്. സോ എന്ത് ഇഫക്റ്റ് ആണ് നോക്കിയേ ഈ ട്രീറ്റ്മെന്റ്, കേട്ടോ ഈ ട്രീറ്റ്മെന്റ് കാരണം എന്ത് ഇഫക്റ്റ് ആണ് നേഴ്സ് പേഷ്യന്റിൽ ഒബ്സർവ് ചെയ്യുന്നത് നോക്കിയേ. ഓപ്ഷൻ എ is urine specific gravity of 1.030. Option B is weight decrease of 1.5 kg. Option C is patient is having increased thirst. Option D increased urine output. നമുക്കറിയാം എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുക, ലൈക്ക് നമ്മുടെ ബോഡിയിലെ ഹോർമോൺ അല്ലേ. ബേസിക്കലി നമ്മുടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ADH അല്ലെങ്കിൽ നമ്മൾ വാസോപ്രസിൻ എന്ന് പറയും, എന്ന് വെച്ചാൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അതുകൂടാതെ നമ്മുടെ ഓക്സിറ്റോസിൻ അല്ലെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺസ് ആണ് കേട്ടോ. അതുകൂടാതെ ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസിൽ ഏത് ന്യൂക്ലിയസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കാം കേട്ടോ, സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് കേട്ടോ, സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് കേട്ടോ, സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് എവിടെയാണ്, ഇത് നമ്മുടെ ഹൈപ്പോതലാമസിലുള്ളതാണ്. ഇതാണ് നമ്മുടെ ADH കേട്ടോ, ADH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നോക്കിയേ നമ്മുടെ ഓക്സിറ്റോസിൻ അല്ലെ, ഓക്സിറ്റോസിനും ഇതുപോലെ തന്നെയാണ് അല്ലെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ന്യൂക്ലിയസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക, പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് അല്ലെ, പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതും വന്നിട്ട് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് സ്റ്റോർ ചെയ്യുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നോക്കിയേ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ഹോർമോണിന്റെ എന്താണ് ഡെഫിഷ്യൻസി. ആന്റി ഡയോറിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയോറിസിസ് നമുക്കറിയാം, യൂറിൻ കണ്ടമാനം പോവും അല്ലെ, യൂറിൻ കണ്ടമാനം നഷ്ടപ്പെടും. ആന്റി ഡയോറിസിസ് എന്ന് പറഞ്ഞാൽ യൂറിൻ പോകത്തില്ല, ഫ്ലൂയിഡ് ബോഡിയിൽ നിൽക്കും. സോ ഇവിടെ എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ഈ ADH ഹോർമോൺ കുറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ എന്താണ് മാക്സിമം അല്ലെ യൂറിൻ ഔട്ട്പുട്ട് ഒത്തിരി കൂടും, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് കണ്ടമാനം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. സോ നോക്കിയാൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉള്ള പേഷ്യൻസ് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും നോക്കിയാൽ, ഞാൻ പറഞ്ഞു ആന്റി ഡയോറിറ്റിക് ഹോർമോൺ കുറവാണ്, അപ്പൊ കൂടുതലായിട്ട് ബോഡിയിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്, യൂറിൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് നഷ്ടം വരുന്നുണ്ട്. അപ്പൊ അത് കാരണം എന്തൊക്കെ പേഷ്യന്റ് ഉണ്ടാവും നോക്കിയേ, ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവോ, ഫ്ലൂയിഡ് ഒത്തിരി ബോഡിയിൽ നിന്ന് പോകുന്നു, അപ്പൊ ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവും. നോക്കിയേ പേഷ്യന്റ് ഈസ് ഹാവിംഗ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, കൂടുതലായിട്ട് ജലം നഷ്ടപ്പെടുന്നു, അപ്പൊ പേഷ്യന്റ് കൂടുതലായിട്ട് വീണ്ടും വെള്ളം കുടിക്കാനായിട്ട് തോന്നുന്നു. അതുകൂടാതെ വെയിറ്റ് ഡിക്രീസ് ഓഫ് 1.5 kg, ഫ്ലൂയിഡ് ഒരുപാട് നഷ്ടപ്പെടുന്നു, അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റും കുറയുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ യൂഷ്വലി ഉണ്ടാവുക, യൂഷ്വലി നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരുന്നതുകൊണ്ടാണ് വരിക. ഇന്ന് നോക്കിയാൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു 1.030. അപ്പൊ നമ്മൾ എന്താണ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ നോർമൽ വാല്യൂ അറിയണം അല്ലെ. എന്താണ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുക, അതായത് നമ്മുടെ യൂറിനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ എന്ത് പറയുക, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുക. അതായത് നമ്മുടെ യൂറിൻ കൂടുതൽ ഡൈല്യൂട്ട് ആയിട്ടാണ് പോവുക എങ്കിൽ എന്താ സംഭവിക്കുക, യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, കാരണം അതിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതേസമയം യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റ് സോർട്ട് ഓഫ് ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ലോസ് പേഷ്യന്റിന്റെ ബോഡിയിൽ കുറവ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പൊ നോക്കിയാൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി നോർമൽ എത്രയാണ്, 1.010 to 1.020. ഇതാണ് നോർമൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പൊ ഇവിടെ 1.030 ആണ്. ദാറ്റ് മീൻസ് ദ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ പേഷ്യന്റ് ഇസ് ഹൈ അല്ലെ, പേഷ്യന്റ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ് എന്ന് വെച്ചാൽ എന്താണ്, പേഷ്യന്റ് യൂറിൻ ഔട്ട്പുട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബേസിക്കലി നമ്മൾ ആൻസറിലോട്ട് എത്തിയല്ലേ, എന്താ ഈ വാസോപ്രസിൻ അലോവ് കൊടുക്കുന്നതുകൊണ്ട് പേഷ്യന്റ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയിട്ടായിരിക്കും യൂഷ്വലി വരിക. നമുക്ക് നോക്കാവേ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ബേസിക്കലി 3 തരത്തിലാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നോക്കിയേ സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതെന്താണ്, എന്തുകൊണ്ടാണ് വരിക, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ന്യൂറോഫൈസിയൽ ന്യൂറോൺസ് ഓർ മ്യൂട്ടേഷൻ ഇൻ ദ AVP എന്ന് വെച്ചാൽ അർജിനിൻ വാസോപ്രസിൻ എന്നാണ് പറയുക. ബേസിക്കലി എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരിക, ഡ്യൂ ടു ഡിക്രീസ്ഡ് പിറ്റ്യൂട്ടറി AVP റിലീസ് കേട്ടോ. അർജിനിൻ വാസോപ്രസിന്റെ റിലീസ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് കുറയുന്നത് കൊണ്ടാണ് കേട്ടോ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് കുറയുന്നത് കൊണ്ടാണ് ഈ സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരിക. യൂഷ്വലി അവിടെ പേഷ്യന്റ് പ്രൈമറി പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സസീവ്
തേഴ്സ്റ്റ് പേഷ്യൻ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ധാരാളം വെള്ളം എടുക്കും. നെക്സ്റ്റ് വരുന്നത് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് ആണ്. എന്താണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് എന്ന് പറയുക? ദാറ്റ് occur due to decreased response to AVP. ഞാൻ പറഞ്ഞു അർജിനിൻ വാസോപ്രസിനോട് ഈ കിഡ്നീസിന് റെസ്പോൺസ് കുറഞ്ഞിട്ടാണ് വരിക കേട്ടോ. അതുകൊണ്ടാണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് വരിക. അതുകൂടാതെ നോക്കിയാൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് ഉണ്ട്, യൂഷ്വലി ഡ്യൂ ടു എക്സസീവ് ആക്ടിവിറ്റി ഓഫ് പ്ലാസെന്റൽ വാസോപ്രസിനേസ്. അതുകൊണ്ടാണ് യൂഷ്വലി ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് വരിക. അപ്പൊ നോക്കിയേ ഡെഫിഷ്യൻസി ഓർ റെസിസ്റ്റൻസ് ടു ADH, അതായത് ഒന്നുകിൽ ADHന്റെ ഡെഫിഷ്യൻസി ആകാം, അല്ലെങ്കിൽ ഉള്ള ADHന് ബോഡി ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് വരിക. അതിന്റെ ഹോൾമാർക്ക് ഫീച്ചർ എന്താണ്? പോളിയൂറിയ, അതുകൂടാതെ പോളിഡിപ്സിയ വിത്ത് ഡൈലൂട്ട് യൂറിൻ. ഞാൻ പറഞ്ഞു യൂറിൻ ഡൈലൂട്ട് ആകുമ്പോൾ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞിട്ടാണ് വരിക. അതുകൂടാതെ യൂറിൻ ഓസ്മോളാലിറ്റി കുറയുന്നു. എന്താണ് യൂറിൻ ഓസ്മോളാലിറ്റി? ബേസിക്കലി ഈ ഒരു സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ് യൂറിൻ ഓസ്മോളാലിറ്റി എന്ന് പറയുക. യൂഷ്വലി അത് ലെസ് ദാൻ 300 മില്ലി ഓസ്മോൾസ് പെർ kg ആയിട്ടായിരിക്കും വരിക. പിന്നെ സിറം ഓസ്മോളാലിറ്റി ഇൻക്രീസ് ചെയ്യും. എന്താണ് നമ്മുടെ സിറം ഓസ്മോളാലിറ്റി എന്ന് പറയുക? എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഓസ്മോളാലിറ്റി, സിറം ഓസ്മോളാലിറ്റി എന്ന് പറയുക. അത് ഇൻക്രീസ് ചെയ്ത് വരും. എന്തുകൊണ്ടാണ്? ശരീരത്തിൽ നിന്ന് കണ്ടമാനം ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറം ഓസ്മോളാലിറ്റി, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ടായിരിക്കും വരിക. നമുക്കറിയാം നോർമൽ സിറം ഓസ്മോളാലിറ്റി എത്രയാണ്? 275 അല്ലെ, 275 to 285 മില്ലി ഓസ്മോൾസ് പെർ kg ആണ് നോർമൽ സിറം ഓസ്മോളാലിറ്റി എന്ന് പറയുക. അതുകൂടാതെ സ്പെസിഫിക് ഗ്രാവിറ്റി, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഒത്തിരി കുറഞ്ഞിട്ടായിരിക്കും വരിക നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ കേട്ടോ. അപ്പോൾ അതിന്റെ യൂഷ്വലി നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് ഡെസ്മോപ്രസിൻ അല്ലെങ്കിൽ വാസോപ്രസിൻ അനലോഗ് ആണ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. അതിന്റെ ഇഫക്ട്സ് ആണ് ഈ ലൈക്ക് ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട്, അതുകൂടാതെ സ്പെസിഫിക് ഗ്രാവിറ്റി വിൽ ബി ഇൻക്രീസ് കേട്ടോ. ഇൻക്രീസ്ഡ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഓസ്മോളാലിറ്റി, പിന്നെ ഡിക്രീസ്ഡ് സിറം ഓസ്മോളാലിറ്റി ഒക്കെ ഇതിന്റെ ഫൈൻഡിങ്സ് ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. കാരണം നമുക്കറിയാം നോർസെറ്റ് എക്സാംസിന് ആ രീതിയിൽ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആൻസർ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി തന്നെ പോവുക കേട്ടോ. അപ്പം എന്താ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരിക? യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 1.030, അതായത് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയിട്ടാണ് വരിക. എനിക്ക് തോന്നുന്നു ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജ്യൂസ് അക്കാഡമിയിൽ നോർസെറ്റ് 10 ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു 1 ലക്ഷത്തിന് പുറത്തേക്ക് ഒരു ഇൻ ഹാൻഡ് സാലറി ഒക്കെ ഡ്രോ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒരു പോസ്റ്റ് ആണ് നമ്മുടെ എയിംസിൽ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുക. കൂടാതെ നമ്മുടെ കേരളത്തിന് അടുത്ത് തന്നെ ഇപ്പോൾ സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ ന്യൂഡൽഹി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിനുശേഷം 7-8 എയിംസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതിൽ കൂടുതൽ എയിംസ് വന്നിട്ടുണ്ട്. നമ്മുടെ എയിംസ് മധുരൈ ഇപ്രാവശ്യം നോർസെറ്റ് 9 എനിക്ക് 50 സീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി നെക്സ്റ്റ് എക്സാംസിലൊക്കെ അത്യാവശ്യം കൂടുതൽ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് അവിടെ ഓപ്പൺ ആകും, ക്രിയേറ്റ് ആകും. അതിനുവേണ്ടിയുള്ള അപ്പോയിൻമെന്റ് നടക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, നന്നായിട്ട് പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എയിംസ് മധുര അടുത്തുണ്ട്, കൂടാതെ എയിംസ് മംഗളഗിരി അടുത്തുണ്ട്, എയിംസ് ബിബിനഗർ, ഇത്രയൊക്കെ നമ്മുടെ അടുത്ത് ലൊക്കാലിറ്റി തന്നെ ഉള്ള സെന്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എയിംസിലൊക്കെ ഒരു 1 ലക്ഷത്തിന് പുറത്ത് എനിക്ക് തോന്നുന്നു 1-1.25 ലക്ഷമൊക്കെ നമുക്ക് സാലറി ഉണ്ടാകും. ആ രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളത് ദയവേത് നിങ്ങളത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.